ഹായ് കിഡ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2025 to 2026. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. സാമാന്യ നിർദ്ദേശ്. पहला 15 मिनट कूल ऑफ टाइम है. यह प्रश्न പത്ര വാചൻ കെ ലിയേ ഹെ. ഈ പ്രശ്ന പത്ര വാചൻ കെ ലിയേ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫസ്റ്റ് 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ഓട്ടിച്ചിട്ട് നോക്കാനുള്ള സമയമാണ്. ദെൻ കുൽ 6 പ്രശ്ന ഹെ, സബി കെ ഉത്തർ ലിഖ്നെ ഹെ. മൊത്തത്തിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാത്തിൻ്റെ ആൻസേഴ്സ് എഴുതണം. ദെൻ 2 പ്രശ്നവും വികൽപ്പ് ഹെ. 2 ക്വസ്റ്റ്യൻസിൽ എന്താണ് വികൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷനലാണ്. ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വേണമെന്ന്. ദെൻ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ കുറച്ചൊന്ന് സൂം ചെയ്താൽ മതിയാകുമേ, കാണാൻ പറ്റും. എല്ലാവർക്കും അറിയാം, പക്ഷെ ചിലർ അത് ശ്രദ്ധിക്കാറില്ല. ഓക്കെ, ഫസ്റ്റ് സൂചന ഖണ്ഡ് പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. താഴെ ഒരു ഖണ്ഡ് വെച്ചാൽ പാരഗ്രാഫ് വായിച്ചിട്ട് ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. बरसात के समय पानी का संचयन करना है, इससे भूजल भंडार भी सुरक्षित रहेगा. तब हमें ज़रूरत के समय पानी की कोई कमी नहीं आएगी. यदि हमने जल चक्र का ठीक उपयोग नहीं किया तो हम पानी के चक्कर में फांसते चले जाएंगे. അപ്പോൾ ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം, മഴക്കാലത്ത് മഴവെള്ളം സംഭരിക്കണം, ഇത് ഭൂഗർഭജല ശേഖരത്തെയും സംരക്ഷിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. ജൽ ചക്രം മീൻസ് ജലചക്രം ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് പാരയുടെ അർത്ഥം. ഇനി ക്വസ്റ്റ്യൻസ്. കാ പാനി की कमी से बचने के लिए हमें क्या करना चाहिए? ऑप्शंस आ केवल बरसात का इंतज़ार करना चाहिए. आ मीन्स सेकेंड ऑप्शन भूजल भंडार को सुरक्षित रखना चाहिए. थर्ड ऑप्शन पानी को बहा देना चाहिए. और फोर्थ वन पानी के लिए दूसरों पर निर्भर रहना चाहिए. आंसर इज ऑप्शन नंबर आ, मीन्स इट सेकेंड वन, भूजल भंडार को सुरक्षित रखना चाहिए. नेक्स्ट सेकंड क्वेश्चन, जल चक्र का ठीक उपयोग नहीं करने पर क्या होगा? ऑप्शन पानी को सुरक्षित रखना पाएंगे, सुख समृद्धि से हम जी पाएंगे, पानी के चक्कर में फांसते चले जाएंगे और भूजल भंडार को सुरक्षित रख पाएंगे. थर्ड क्वेश्चन, खंड के अनुसार बरसात होने पर हमें क्या करना चाहिए? പാസേജിൽ പറയുന്നതനുസരിച്ച് മഴയുടെ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓപ്ഷൻ बरसात में पानी को बहा देना चाहिए, बरसात के पानी का संचयन करना चाहिए, बरसात को अनदेखा करना चाहिए, और फोर्थ वन केवल बरसात की प्रतीक्षा करनी चाहिए. आंसर इज थर्ड, बरसात के पानी का संचयन करना चाहिए. മഴവെള്ളം സംഭരിക്കുക. അത് കഴിഞ്ഞാൽ लास्ट वन ख जल संरक्षण विषय पर एक संकेत पट തയ്യാർ കരെ. संकेत पट മീൻസ് ഒരു പോസ്റ്റർ നിർമ്മാണമാണ്. ജലസംരക്ഷണത്തിന് ആസ്പദമാക്കി ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റർ നിർമ്മാണത്തിന് ഫസ്റ്റ് എന്താണ്? ഒരു ശീർഷക് അല്ല, ഒരു ഹെഡിങ്, ടൈറ്റിൽ, ഒരു നല്ലൊരു ടൈറ്റിൽ വേണം ഒരു പോസ്റ്റർ നിർമ്മാണത്തിന്. എക്സാമ്പിൾ एक पानी अनमोल है, ജൽ അൻമോൽ ഹേ, അമൂല്യ ഹേ, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള പോലെ നല്ല ക്യാച്ചി ആയിട്ടുള്ളൊരു ഹെഡിങ് വേണം. പിന്നെ എന്തെങ്കിലും ഒരു സന്ദേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുദ്രാവാക്യമോ അതുപോലെയൊക്കെ ചെയ്താൽ നല്ലതായിരുന്നു. പിന്നെ എന്താണ്, ഒരു
എന്തെങ്കിലും ഐഡിയ, ജലസംരക്ഷണത്തിനുള്ള ഒരു ഐഡിയ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു പിക്ചർ, ജല സംരക്ഷണത്തിന് ബേസ് ചെയ്തിട്ടൊരു നല്ലൊരു പിക്ചറും കൂടെ ആണെങ്കിൽ നല്ല മാർക്ക് വീഴും. ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ മേക്കിംഗ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി സൂചന. കവിതാംശ പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. താഴെ ഒരു കോളത്തിലൊരു കവിത തന്നിട്ടുണ്ട്, അത് വായിച്ച് ഉത്തരം, ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുക. മാ, കവിതയുടെ പേരാണ് മാ, അമ്മ. മാ തും കിത്നി ഭോലി ഭാലി. അമ്മേ നീ എത്ര, ഭോലി ഭാലി മീൻസ് ഇന്നസെൻറ്റ്. കിത്നി പ്യാരി പ്യാരി ഹോ. ദിൽ സെ സച്ചി മിശ്രി ജേസി. ദിൽ സെ സച്ചി മിശ്രി. മിശ്രി എന്ന് പറഞ്ഞാൽ താഴെ തന്നിട്ടുണ്ട്. മിശ്രി മീനിങ് കൽക്കണ്ടം. സാരേ ജഗ് സെ ന്യാരി ഹോ. ന്യാരി മീൻസ് സമാനതകളില്ലാത്ത, എല്ലാത്തിനും വ്യത്യസ്തമായത് അല്ലേ. സാരേ ജഗ് സെ ന്യാരി ഹോ. താഴെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സാരേ ജഗ് സെ ന്യാരി ഹോ കാ ക്യാ അർത്ഥ ഹേ. ഓപ്ഷൻസ്. മാ ദുനിയാ മേ സബ്സെ ബുരി ഹേ. माँ दुनिया से सबसे अलग और अनोखी है. അല്ലെങ്കിൽ माँ दुनिया में सबसे साधारण है. അല്ലെങ്കിൽ माँ दुनिया में किसी से प्यार नहीं करती. ഓപ്ഷൻ നമ്പർ ഇ ആണ് അല്ലേ. മാ ദുനിയ മേ സബ്സെ അലഗ് ഓർ അനോഖി ഹെ. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഖ. കവിത കാ ആശയ ലിഖേ. കവിതയുടെ ആശയം എഴുതാനാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഈസ് കവിത കാ ആശയ ഹേ माँ के प्रति प्रेम, प्रशंसा और उनके गुणों का वर्णन करना. കവിതയുടെ ആശയം അമ്മയോടുള്ള സ്നേഹവും അവരുടെ ഗുണങ്ങളുടെ വർണ്ണനയുമാണ് കവിതയിലുള്ള ആശയം. സൂചന 3. साफ सफाई में अव्वल गाँव लेख यह अंश पढ़े और പ്രശ്നോ കെ ഉത്തർ ലിഖേ. സാഫ് സഫായി ചാപ്റ്ററിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് പോർഷനാണ് തന്നിരിക്കുന്നത്. इस छोटे से गाँव में प्लास्टिक पूरी तरह से प्रतिबंधित है. पूरे गांव में जगह जगह बांस से बने हुए डस्टबिन लगाए गए हैं. महिला, पुरुष और बच्चों समेत किसी भी गांव वाले को अगर कहीं गंदगी नज़र आती तो वे फ़ौरन सफाई में लग जाते हैं. അതിൻ്റെ നേരെ താഴെ തന്നെ खंड के आधार पर मावलिनों गांव में कौन कौन सफाई में लग जाते हैं. താഴെ 3-4 ഓപ്ഷൻസ് ഉണ്ട്. മഹിള, പുരുഷ്, കർമ്മചാരി और 4th वन बच्चे. ഇതിലേതാണ് കറക്റ്റ്? അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ്. इनमें कौन सा विकल्प सही है. And the correct answer is 4th one, आ और ई. അടുത്ത അതേ ആക്ടിവിറ്റി തന്നെ ഖ. प्लास्टिक पर्यावरण प्रदूषण को बढ़ाने वाली चीज़ है. यह संदेश देते हुए एक പോസ്റ്റർ തയ്യാർ करे. ഇതും ഒരു പോസ്റ്റർ നിർമ്മാണമാണ്. നമ്മൾ വേറെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു പോസ്റ്റർ നിർമ്മാണം ഉണ്ടായിരുന്നു. സെയിം ലൈക്ക് ദാറ്റ് ഇതിലും എൻ്റെ വിഷയമുണ്ട്. പ്ലാസ്റ്റിക് പരിവരൺ പ്രദൂഷൺ കോ ബടാനെ വാലി ചീസ് ഹെ. ഇത് വെച്ചിട്ട് ഇത് ബേസ് ചെയ്തിട്ട് ഒരു പോസ്റ്റർ മേക്കിംഗ്. സെയിം ഹെഡിങ്, മെസ്സേജ്, പിന്നെ സ്ലോഗൻ, അതിൽ പിന്നെ നല്ലൊരു പിക്ചർ ഒക്കെ വെച്ച് നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. सूचना. खंड पढ़े और प्रश्नों के उत्तर लिखे. पैसेज राइटिंग. सरोजिनी नायडू भारत कोकिला के नाम से प्रसिद्ध महान कवयित्री और स्वतंत्रता सेनानी थी. उनका जन्म 13 फरवरी सन 1879 में हैदराबाद में हुआ था. उन्होंने अपनी कविताओं में भारतीय जीवन और संस्कृति को दर्शाया. उनकी प्रमुख रचना द ब्रोकन विंग है. उनकी मृत्यु 1949 में हुआ. അപ്പോൾ ഈ പാസേജ് സരോജിനി നായരുവിനെ കുറിച്ചാണ്. നെക്സ്റ്റ് താഴെ തന്നെ ഖണ്ഡ് കെ ആധാർ പർ പ്രൊഫൈൽ തയ്യാർ കരേ. അതായത് ഈ പാസേജിനനുസരിച്ച് സരോജിനി നായിഡുവിൻ്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറയുന്നത്.
Okay, answer is जन्म 13 फरवरी 1879, जन्म स्थान हैदराबाद, कार्यक्षेत्र कवयत्री, स्वतंत्रता सेनानी, देन प्रमुख रचना द ब्रोकन विंग, मृत्यु 1949. नेक्स्ट एक्टिविटी 5 सूचना, यह धरती है उस किसान की कविता की ये पंक्तियाँ पढ़े और प्रश्नों के उत्तर लिखे। नए वर्ष में नई फसल के ढेर अन्न का लग जाता है। यह धरती है उस किसान की, नहीं राव की, नहीं रंग की, नहीं किसी की, नहीं किसी की, धरती है केवल किसान की. അപ്പോൾ താഴെ അതിൻ്റെ തന്നെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അन्न का ढेर कब लग जाता है? उत्तर है नए वर्ष में नई फसल पर. അടുത്തത് खा, कवितांश के आधार पर 2 सही प्रस्ताव चुनकर लिखे. ഈ കവിത തന്നതനുസരിച്ച് താഴെ ഒരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഏതാണെന്ന് ടിക്ക് ചെയ്യുക. യह धरती किसान की है, यह धरती किसान की नहीं है, यह धरती केवल राव की है और यह धरती केवल रंग की नहीं है. आंसर फर्स्റ്റും ഫോർത്ത് വണ്ണം. यह धरती किसान की है और यह धरती केवल रंग की नहीं है. അടുത്ത ആ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ग, यह धरती उस किसान की है और किसी की नहीं है. यह आशय वाली 2 पंक्तियाँ चुनकर लिखिए. അപ്പോൾ ആൻസർ नहीं किसी की, नहीं किसी की, धरती है केवल किसान की. അപ്പോൾ ഈ ഭൂമി കേവലം കിസാൻ കർഷകർക്കുള്ളതാണ് എന്നുള്ള ആ ഒരു വാക്ക് വരുന്ന 2 ലൈന് ചൂസ് ചെയ്ത് എഴുതാനാണ് പറയുന്നത് പോയത്തിൽ നിന്ന്. അതാണ് ഈ വരികൾ. നെക്സ്റ്റ് सूचना 5, यह धरती है उस किसान की, कविता का यह अंश पढ़े और प्रश्नों के उत्तर लिखे. देख रहा है मिट्टी में सोने का सपना, मिट्टी की महिमा गाता है मिट्टी के ही अंतस्थल में, अपने तन की खाद मिलाकर मिट्टी को जीवित रखता है, खुद जीता है, यह धरती है उस किसान की. ओके, क्वेश्चंस का കവിതാംശ में സ്വപ്ന के लिए प्रयुक्त शब्द कौन सा है? സ്വപ്നം എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ് ഈ ഓപ്ഷൻസിൽ? സപ്ന. നെക്സ്റ്റ് कवितांश के आधार पर 2 सही प्रस्ताव चुनकर लिखे. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? यह धरती किसान की है, किसी देन किसान मिट्टी की महिमा गाता है. ഇതാണ് 2 ആൻസേഴ്സ്. നെക്സ്റ്റ് एक्टिविटी 6 सूचना, पोस्टर पढ़े और प्रश्नों के उत्तर लिखे. सफाई कार्यक्रम, स्थान पंचायत बाजार, उद्घाटन माननीय पंचायत अध्यक्ष, तारीख 15/8/2025, सहयोग पंचायत SPC, सुरीली हिंदी सभा के नेतृत्व में GUPS പാലക്കാട്. ഈ ഒരു പോസ്റ്റർ നോക്കിയിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആൻസർ നമ്മൾ തയ്യാറാക്കുക. यह पोस्टर स्कूल सुरीली सभा के द्वारा तैयार किया गया है. ഈ പോസ്റ്റർ സ്കൂളിലെ സുരീലി സഭയാണ് തയ്യാറാക്കിയത്. ഏതാണ്? സഫായി കാര്യക്രമിൻ്റെ പോസ്റ്റർ. അതായത് ഈ സ്കൂൾ വൃത്തിയാക്കലിൻ്റെ ഭാഗമായിട്ടായിരിക്കും. फर्स्ट क्वेश्चन, सुरीली हिंदी सभा के नेतृत्व में सफाई कार्यक्रम कहाँ हुआ? അതായത് സ്കൂളിൻ്റെ ഹിന്ദി സുരീലി ക്ലബ്ബ് സുരീലി സഭയുടെ ഭാഗത്ത് നിന്നുള്ള വൃത്തിയാക്കൽ പരിപാടി എവിടെയാണോ നടന്നതെന്ന്. और उसका उत्तर है पंचायत बाजार. എവിടെയാണ് നടന്നത്? पंचायत बाजार. नेक्स्ट क्वेश्चन ख, पोस्टर के आधार पर रिपोर्ट तैयार करें. അതായത് ഈ പോസ്റ്റർ അനുസരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ. रिपोर्ट, सुरीली हिंदी सभा के नेतृत्व में GUPS पालक्काड द्वारा एक स्वच्छता अभियान का आयोजन किया गया. इस अभियान का उद्देश्य पंचायत बाजार को
स्वच्छ और सुंदर बनाना था। कार्यक्रम का स्थान पंचायत बाजार में 15/8/2025 को आयोजन किया गया। इस कार्यक्रम का उद्घाटन माननीय पंचायत अध्यक्ष द्वारा किया गया और इसको पंचायत और एसपीसी का भी सहयोग रहा। यह स्वच्छता अभियान सफलतापूर्वक संपन्न हुआ और इसने पंचायत बाजार को स्वच्छ बनाने में महत्वपूर्ण भूमिका निभाई। नेक्स्ट लास्ट एक्टिविटी, सिक्स्थ एक्टिविटी, सूचना। सुरीली सभा के द्वारा स्वतंत्रता दिवस पर चलाई गई चित्र प्रदर्शनी की सूचनाएं पढ़े. അതായത് സുരീലി ക്ലബിൻ്റെ സഭയുടെ കീഴിൽ നിന്നും എന്താണ് ഒരു സ്വാതന്ത്ര്യ ദിവസത്തിൽ ഒരു ചിത്ര പ്രദർശനം നടത്തിയിരുന്നു. അതിനെക്കുറിച്ചുള്ള കുറച്ച് സൂചന താഴെ തന്നിരിക്കുകയാണ്. ഫസ്റ്റിൽ ചിത്ര പ്രദർശിനി GUPS പാലക്കാട് സ്കൂൾ सभागृह SPC लिटिल काइट्स के सहयोग से 15/8/2025 उद्घाटन प्रधान अध्यापक स्वतंत्रता सेनानियों के പരിശ്രമം की देन है ആസാദി. കുറച്ച് എന്താണ് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിൻറ്റ്സ് എല്ലാം കൂട്ടി ഒരു റിപ്പോർട്ടും തയ്യാറാക്കാനായിട്ട് താഴെ പറയുന്നുണ്ട്. താഴെ ക്വസ്റ്റ്യൻ ആണ്, ആസാദി കിസ്കി ദേൻ ഹേ? ഉത്തർ ഹേ ആ ലാസ്റ്റ് കണക്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് സ്വതന്ത്രതാ സേനാനിയോं के परिश्रम की देन है. लास्ट सूचनाओं के आधार पर रिपोर्ट तैयार करें. सूचनകളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുവാൻ. रिपोर्ट. स्वतंत्रता दिवस के शुभ अवसर पर सुरीली सभा द्वारा GUPS पालक्काड स्कूल सभागृह में एक चित्र प्रदर्शनी का आयोजन 15 अगस्त 2025 में किया गया. यह प्रदर्शनी SPC लिटिल काइट्स के सहयोग से संपन्न हुई. प्रदर्शनी का उद्घाटन विद्यालय के प्रधान अध्यापक द्वारा किया गया. इस प्रदर्शनी का मुख्य उद्देश्य स्वतंत्रता सेनानियों के परिश्रम और बलिदान का याद करना था, जिनकी देन है हमारी आज़ादी. इस प्रदर्शनी ने सभी को स्वतंत्रता सेनानियों के प्रति कृतज्ञता व्यक्त करने और उनके बलिदान को सम्मान देने के लिए प्रेरित किया. तो बच्चों, कैसा रहा डिस्कशन? എല്ലാവർക്കും ക്ലാസ് മനസ്സിലായല്ലോ? എല്ലാവരും ഇതുപോലെ ഫോളോ ചെയ്ത് സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ സെയിം ആയിരിക്കും. പക്ഷേ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എൻ്റെ അടുത്ത് കമൻസിൽ ഒരാൾ ചോദിച്ചു ഇത് സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണോന്ന്. അതൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ എല്ലാം ഒന്ന് തറവാക്കണം. റിപ്പോർട്ടും അതുമെല്ലാം കുറച്ചുകൂടെ കാര്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.